രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു. പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം. പാടിടാം ഹല്ലേലൂയ, പാടിടാം എന്നെന്നുമേ. പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു നിന്നെ, വാഴ്ത്തിപ്പാടുന്നു. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു നിന്നെ, വാഴ്ത്തിപ്പാടുന്നു. രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു. പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം. രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു. പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. 26-ാം വാക്യത്തിൽ പറയണം, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആകയാൽ അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കണം. യേശു ക്രിസ്തു വന്നതിനെക്കുറിച്ച് മത്തായി സുവിശേഷകൻ എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞത്, അവൻ ലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് വിളിക്കണം. യേശു എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നുള്ളതാണ്. മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് പറയുകയാണ്, ദൂതൻ അടുത്ത് വന്നിട്ട് വേണം, കൃപ ലഭിച്ചവളെ. എന്താണ് മറിയയ്ക്ക് ലഭിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ ഈ മറിയയ്ക്ക് ലഭിക്കുകയാണ്. മറിയയ്ക്ക് ഉദരത്തിൽ വഹിക്കുവാൻ ദൈവപുത്രനെ ലഭിക്കുകയാണ്. അതാണ് കൃപ ലഭിക്കുക എന്ന് പറഞ്ഞത്. എന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അർഹിക്കാത്ത ആനുകൂല്യം. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ദൈവിക ആനുകൂല്യമാണ് കൃപ. ദൈവം സൗജന്യമായി നൽകുന്നതാണ്. യേശു ക്രിസ്തുവിനെ സൗജന്യമായാണ് നമുക്ക് നൽകിയത്. ഇവിടെ മറിയോട് പറയണ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അതാണ് കൃപയുടെ പ്രത്യേകത. എന്താണ്? ദൈവം യേശുവിനെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെയായി. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് പറയണം, മറിയേ ഭയപ്പെടേണ്ട. ഇതാണ് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ വാർത്ത. എന്താണ്? ഭയന്നിരിക്കുന്നവർക്ക് ഭയത്തിൽ നിന്നൊരു വിടുതൽ, ഒരു രക്ഷകൻ വരികയാണ്. ഭയപ്പെടേണ്ട. ബൈബിളിൽ 365 പ്രാവശ്യം ഈ വാക്ക് സൂചിപ്പിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന ഓരോ നിമിഷവും ദൈവം നമ്മോട് ഓരോ ദിവസവും പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം യേശുവിനെ തന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ബൈബിളിൽ പറയണം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നെങ്കിൽ നമ്മൾ ദൈവ മക്കളായി മാറുകയാണ്. മുഴുവൻ ലോകത്തെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്.
അതാണ് യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ടാണ് പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നാം പാപികളായി മരിക്കാതിരിക്കേണ്ടതിന്, നിത്യജീവൻ അവകാശികളായി തീരേണ്ടതിന്, അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പുത്രനാം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മറിയോട് പറയാണ്, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിന്നോട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മേഖലയിലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ വിഷയം മാറും, പാപം മാറും, എല്ലാത്തിൽ നിന്നും പൂർണ്ണമായൊരു ശാപം മാറിപ്പോകും. എല്ലാത്തിലും വിടുതൽ നൽകാൻ യേശു ഈ ഭൂമിയിൽ വന്ന് പൂജാതനായത് മാത്രമല്ല, അവൻ കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവനെ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. കർത്താവ് ഈ ലോകത്തിൽ കാണുന്ന രാജ്യത്വങ്ങളെല്ലാം അവസാനിക്കും, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല. മറിയ ദൂതനോട് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? യെസ്, ഇതുവരെ ചരിത്രത്തിൽ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മറിയ ഗർഭിണിയായത് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് ഇതുവരെ ഇത് പിടികിട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിലുള്ള ഗർഭം. ശാസ്ത്രത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് ചരിത്രത്തിനും ശാസ്ത്രത്തിനും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് ചെറുതെന്നല്ല. ചരിത്രത്തിനും ശാസ്ത്രത്തിനും മറച്ച് അതിലും ഉന്നതിയിലാണ് ദൈവിക സത്യങ്ങൾ. ഇത് ഹൃദയം പരിശുദ്ധാത്മാവ് തുറന്നെങ്കിൽ മാത്രമേ ദൈവിക സത്യങ്ങൾ ഒരാൾക്ക് പിടികിട്ടത്തുള്ളൂ. ഒരാൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഒരാൾ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തു ജനിക്കുമെന്നുള്ളത് അത് ശാസ്ത്രത്തിനും ചരിത്രത്തിനും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഉന്നതമായ ഒരറിവാണ്, ഉന്നതമായ ജ്ഞാനമാണ്. ഇത് പറയുകയാണ്, ആകയാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. പുരുഷനെ അറിയാതിൽ എങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്തെങ്കിലും അസാധ്യമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ സാധ്യമാകണമെങ്കിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുത ശക്തി വ്യാപരിക്കും. അവിടെ പറയണം, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന ആളുടെ നിഴൽ അവരുടെ നിഴലല്ല, അവർ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീർന്നിരിക്കുന്നതുകൊണ്ട് അവരുടെ നിഴൽ എന്ന് പറയുന്ന അത്യുന്നതൻ്റെ ശക്തിയാണ് അവരുടെ നിഴൽ. ഞാനും നിങ്ങളും സാധാരണക്കാരല്ല. യേശുവിനെ സ്വീകരിച്ച ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഒരു ക്രിസ്തീയ വിശ്വാസിയായെന്നുള്ളത് മാത്രമല്ല, മരിച്ചടക്കപ്പെടുമ്പോൾ നിത്യജീവനിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മാത്രമല്ല, യേശുവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നാം പുതിയ സൃഷ്ടികളായി മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. ദൈവവചനം പറയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് ദൈവമക്കളാകാൻ അധികാരം. ജഡത്തിനല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവമക്കളായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതെല്ലാം പുതിയതായി മാറും. യെസ്, എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടുമ്പോൾ. അപ്പോൾ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരികയാണ്. അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വാസമാകുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയാണ് അവൻ്റെ നിഴലായി മാറുന്നത്. യെസ്, എന്നിട്ട് പറയണം, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം. എന്നിട്ട് പറയണം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. യെസ്, ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധ്യമായ ഒരു വിഷയം എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ ദിവസം പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതിനെന്താ സംഭവിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അസാധ്യമായ വിഷയങ്ങൾ സാധ്യമാകാത്തത്?
അസാധ്യമായ വിഷയങ്ങൾ സാധ്യമാകുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. മറിയെ പറയാ, കഥാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഇന്നത്തെ ദിവസം നമുക്ക് പറയാം, കർത്താവ്, ഇതാ ഞാൻ കർത്താവിൻ്റെ മകൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ മകളാണ്, യേശുവിൻ്റെ കർത്താവ്. ധൈര്യത്തോടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും. നിങ്ങളുടെ ബിസിനസ്സിന്മേൽ നേരിടും. നിങ്ങൾക്ക് അസാധ്യമായ വിഷയങ്ങൾ സാധ്യമാകും. സർവ്വജനത്തിനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നതിനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അത്യുന്നതൻ്റെ ശക്തി ഇവരുടെ മേൽ നിഴലിടട്ടെ. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരട്ടെ. അത്യുന്നതൻ്റെ ശക്തി ഇവരുടെ മേൽ നിഴലിടട്ടെ. യേശു എന്നിവർ പറയുന്ന മാത്രമേ ഇവരുടെ രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ഇവരുടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. വലിയ സ്വർഗീയ സമാധാനം ഓരോ ഭവനങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു, പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം. പാടിടാം ഹല്ലേലൂയ, പാടിടാം എന്നെന്നുമേ, പാടിടാം അത്യുച്ചത്തിൽ പുതുമയോടെ നാം. മർത്യപാപം പോക്കിടുവാൻ മണ്ണിൽ വന്ന യേശുദേവ, വാഴ്ത്തിപ്പാടുന്നു, അങ്ങേ വാഴ്ത്തിപ്പാടുന്നു. രക്ഷകൻ ഭൂവിൽ വന്നു, മർത്യനായി ഭൂവിൽ വന്നു, പാടി ഘോഷിക്കാം, നാം പാടി ഘോഷിക്കാം.